ഷീൻ സെറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത്. അതായത് നിങ്ങളോട് നേരിട്ട് പറയാൻ കഴിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാർഡ്സിലൂടെ ആളുടെ മനസ്സ് എന്താണ്, ഹി ഓർ ഷീ ആരായാലും അവരുടെ മനസ്സ് നമ്മൾ ഒന്ന് റിവീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ റെഡിയാണ്. എല്ലാവർക്കും റെസിഡൻറ്റ് ആവില്ല, റെസിഡൻറ്റ് ആവുന്നവരെടുക്കണം. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം, ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കണം. ഓക്കെ, ആ ബെല്ലൈക്കൺ ഇട്ടിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി അതിനെ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സബോട്ടേജ് എന്ന് പറഞ്ഞാൽ അതേ കാർഡാണ് ആദ്യം കിട്ടിയത്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നാൽ അത് അപ്പോൾ തന്നെ അത് മിസ്സായി പോകുന്നു എന്നാണ്. നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില അവസരങ്ങളിൽ, മിക്കവാറും അവസരങ്ങളിൽ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് ആൾ പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നു അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. എന്താണ് എന്ന് നോക്കട്ടെ. ബ്രോക്കൺ എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ ഞാനിപ്പോൾ വളരെയധികം മുറിപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ വേദനിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. അടുത്തത് ഡിസോണസ്റ്റായിട്ട് വന്നുപോയി. നമ്മളുടെ ബന്ധം ഒരു ഓണസ്റ്റ് അല്ലാത്ത രീതിയിൽ എനിക്ക് നിന്നോട് പെരുമാറേണ്ടി വന്നു. ബൈ ലൈങ് ഐ റിപ്ഡ് ആസ് എ പാർട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെയധികം വിഷമമുണ്ട് ആൾക്ക്. ആ രീതിയിൽ അങ്ങനെ വന്നതുകൊണ്ട് വിഷമമുണ്ട്. പക്ഷേ നിവൃത്തിയില്ലാത്ത എന്തോ ഒരു അവസ്ഥയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അൺസാറ്റിസ്ഫൈഡ്, ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെർ ഗോയിങ്. ആ സമയത്തുള്ള ആ ഒരു പോക്ക് അല്ലെങ്കിൽ ആ ഒരു യാത്ര അത് എനിക്ക് കുറച്ച് അസംതൃപ്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് കാരണം തേർഡ് പാർട്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തേർഡ് പാർട്ടി, നമ്മളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുമിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചത് അവിടെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നാണ്. ദെയർ വെയർ അതർ തിങ്സ് ദാറ്റ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് us ബീയിങ് ടുഗദർ. നമുക്ക് അതിന് കഴിയാതെ വന്നത് അതുകൊണ്ടാണ്. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് എന്ന് പറയുന്നത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ആ സത്യം നിന്നോട് എനിക്ക് പറയണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ. ഇതൊന്നും സംഭവിക്കരുതായിരുന്നു എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മളുടെ ബന്ധം എന്നാണ് ഇപ്പോൾ ആൾക്ക് പറയാനുള്ളത്. ഇവിടെ ഈ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങൾ അവിടെ നടന്നിരുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ്. അവിടെ കുറേ ഡാമേജ് വന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഡാമേജ് വരാൻ കാരണം നിങ്ങൾ തമ്മിൽ അന്യോന്യം ഹർട്ട് ചെയ്തു സംസാരിച്ചു. നിങ്ങളുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷകൾ അല്ലെങ്കിൽ വേർഡ്സൊക്കെ ആളെ മുറിപ്പെടുത്തി എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം മുറിപ്പെടുത്തി. നിങ്ങളും മുറിപ്പെടുത്തി കാണും, നിങ്ങളെയും മുറിപ്പെടുത്തി കാണും. ഓക്കെ, വി ഹാവ് ടു മെനി ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാല്യൂസ് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ വളരെ ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ് രണ്ടുപേരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നേക്കാൾ അപേക്ഷിച്ച് നീ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. എനിക്ക് നല്ലതുപോലെ അറിയാം നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. എനിക്ക് നല്ലതുപോലെ അറിയാം നീ ആരാണ്, നീ എന്താണ്, നിൻ്റെ ചിന്തകൾ എന്താണ്, നിനക്ക് എന്നോടുണ്ടായിരുന്ന ഇഷ്ടം എന്താണ്, സ്നേഹം എന്താണ്, ഇതൊക്കെ എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം. പക്ഷേ എനിക്കൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കരിയറിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ടിയിരുന്നു. അതൊരു കാര്യമാണ്. രണ്ടാമത് ഇമോഷണൽ നീഡ്സ് എന്നിവിടെ പറയുമ്പോൾ ഒരു പക്ഷേ അത് ഫാമിലിയാകാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതാണ്. അവർ തമ്മിൽ വളരെ ഒരു വലിയ ബന്ധം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പേസ് വേണം എന്നാണ്. നിങ്ങളോട് പറയുന്നു ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. എനിക്ക് കുറച്ചും കൂടി ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉണ്ട്. അതിനെനിക്ക് കുറച്ച് സ്പേസ് വേണം എന്ന് പറയുന്നുണ്ട്. റിഫ്ലക്ഷൻ പറയുന്നുണ്ട്. ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് ടു ഗെയിൻ ക്ലാരിറ്റി. അപ്പോൾ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഏത്
റിഫ്ലക്ഷൻ, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയണം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ, മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അത് ഒന്ന് എൻ്റെ മനസ്സിനെ ഒന്ന് ക്ലാരിറ്റി ചെയ്തെടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ. ഞാൻ പലതും പിന്നെ നിന്നിൽ നിന്ന് ഒളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോട് എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്, ഞാൻ എക്സ്പ്രസ് ചെയ്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു റണ്ണറായിട്ടാണ് ഞാൻ എപ്പോഴും നിന്നിരുന്നത് എന്ന് കാണിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനി റണ്ണറാകാൻ കഴിയില്ല എന്നുമാണ് ഇവിടെ പറയുന്നത്. ഞാൻ റണ്ണറായിട്ടുണ്ട്, കാരണം വെച്ചാൽ നീ എപ്പോഴും എന്നെ ചേസ് ചെയ്തിരുന്നു ആ സമയങ്ങളിൽ, അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു റണ്ണർ ആയിട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനൊരു ചേസറായി മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പുറകെയാണ് വരുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനി മോർ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ കാർഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിവിടെ വരുന്നത് നിങ്ങളെ ഇപ്പോൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരുന്നു, നിങ്ങൾ ചേസ് ചെയ്തു പോയിരുന്നു ആ കാലങ്ങളിൽ. എന്നാൽ ഇന്ന് ഇപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് ചേസ്, കാരണം എനിക്ക് ചേസ് ചെയ്യുന്ന ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി പറയണ്ട. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. നമ്മുടെ ഒരു കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനോട് വെറുമൊരു പാഷൻ മാത്രം അല്ല ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ ഒരു പാഷൻ എന്നൊക്കെ പറഞ്ഞതാണ് ഒരു അഡിക്ഷൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില ബന്ധങ്ങളെയാണ് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ലായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ എനിക്ക് ആത്മാർത്ഥമായ സിൻസിയറായിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു ഇതിനോട് എനിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആൾ പറയുന്നത്, ഞാനിപ്പോൾ ഇത്രയൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളിടത്തേക്കാണ് നമുക്ക് ഈ കാർഡ്സിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കട്ടെ. ഞാൻ ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. ഐ ആം സ്ട്രഗ്ലിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ഞാനിപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. ആ സ്ട്രഗിളിങ്ങിനെ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഫോർഗീവ്നെസ്, ഇവിടെ നിങ്ങൾ പോണോ എന്ന് പറയുന്ന ആ ഒരു പ്രെയർ ചൊല്ലുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇത്തരം ഒരു ബന്ധങ്ങളിലൊക്കെ നമ്മൾ ചില തെറ്റുകൾ ചെയ്യും, നമ്മളറിയാതെ വല്ലതൊക്കെ പറഞ്ഞു പോകും അല്ലേ. അപ്പം നമുക്ക് ഡിവൈനോട് പറയാം, യൂണിവേഴ്സിനോട് പറയാം, നമുക്ക് അത് എന്താ പറയുക, ഞാൻ ഖേദിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ, താങ്ക് യു, ഐ ലവ് യു, ഇതാണ് പോണോ എന്ന് പറയുന്ന പ്രയർ. അത് ചൊല്ലുന്നത് ഇവിടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ആൾ അത് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഗോസിപ്പുകൾ നമ്മൾ കേട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഗോസിപ്പുകളൊന്നും ആവശ്യമില്ലാത്തതാണ്, നമുക്ക് വേണ്ട. കമ്മിറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ഫ്യൂച്ചറിൽ നീ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇവിടെ ഇൻസെപ്പറബിൾ പറയുന്നുണ്ട്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും ശരി, ആൾ പറയുകയാണ് നിങ്ങളോട്, നമ്മളുടെ സ്നേഹം ഇന്നും അവിടെ തന്നെയുണ്ട്. ഇവിടെ പല വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ആ തേർഡ് പാർട്ടി മൂലമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാൻ കാരണമെന്ന് പറയുന്നു. തേർഡ് പാർട്ടിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ കഴിയണം കേട്ടോ. ഡെസ്റ്റിനി പറയുന്നുണ്ട്. ഐ ആം സ്ട്രഗ്ലിങ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഇത് ഡെസ്റ്റിനിയാണ് എന്നെനിക്കറിയാം. ഓക്കെ, ഇത് ഡെസ്റ്റിനിയാണ്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ആ ഒരു റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫൈൻഡ് ആ റൈറ്റ് പാത്ത് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ശരിക്കും ആ റൈറ്റ് പാത്തിലൂടെയാണ് ഞാൻ പോകാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഞാനതാണ് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഡെസ്റ്റിനി ആണെങ്കിൽ നമ്മൾക്ക് ആർക്കും തന്നെയും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ബന്ധമല്ല ഇത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. കാർമിക് ലൈഫ് ഇതൊക്കെ ആയിരിക്കാം എന്ന് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേറൊരു വീഡിയോ ഇട്ടിരുന്നു. വേറൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കണ്ടൻറ്റൊക്കെ ആയിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു.
അപ്പോൾ അതിനകത്ത് കുറച്ച് ഞാൻ ഒരു പിന്നെ ഒരു മ്യൂസിക് ആഡ് ചെയ്തിരുന്നു. പിന്നീട് ഞാനത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിൻ്റെ ഒരു മുന്നറിയിപ്പ് കിട്ടി. പിന്നെ അത് പിന്നെ അതിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് എനർജി കിട്ടുകയാണെങ്കിൽ നാളെ ഞാനതിടാം. ഇന്ന് പിന്നെ എനിക്ക് സമയം ഇപ്പോൾ വൈകി, ഇത്രയും നേരമെങ്കിലും പറഞ്ഞാൽ 2-3 ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഇടാൻ തീരുമാനിച്ചത്. ഇതെങ്കിലും ചെയ്യണം എന്നെനിക്ക് തോന്നി. പിന്നെ ഇന്നലെ എല്ലാവരും പൗർണമിയൊക്കെ എല്ലാവരും അനുഭവിച്ച് കാണും അല്ലേ? പൗർണമി അനുഭവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? അതിലെ ഇമോഷൻസ്, ഫീലിങ്സ്, അതായത് 2 ദിവസം മുമ്പ് നമ്മുടെ ബോഡി പെയിൻ, മാനസികമായിട്ട് ഒരു ചെറിയ ഒരു വേദന, വിഷമങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാരണമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ ഈ സാധാരണ പൗർണമിയോടനുബന്ധിച്ചുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പൗർണമിയോടനുബന്ധിച്ച് ഇതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണത്. അപ്പം ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ കാരകന് വേലിയേറ്റം, വേലിയിറക്കം എന്നുള്ള പ്രക്രിയയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ അതായത് കുറച്ച് ഡിവോഷണലി അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും അല്ല, കുറേ ആളുകൾക്ക് അത് അങ്ങനെയുള്ള ഫീലിങ്സ് നമ്മൾ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. അത് നമ്മളെ ക്ലെൻസ് ചെയ്യുകയാണ് എന്നാണ് അത്രേ പറയുന്നത്. അതാണ് നമ്മുടെ ബോഡിക്ക് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. കാരണം വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ജലാംശം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക നമ്മുടെ ബോഡിയെ. അതാണ് സംഭവം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ പല ആളുകൾക്കും എന്നോട് പറയാറുണ്ട്, എങ്ങനെ ആ സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ട്, എന്താണ് എന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം കുറച്ച് കാലം ഞാനും ഇത് അനുഭവിച്ചുകൊണ്ട് ഞാനതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം സത്യമാണത്. അപ്പോൾ എന്തായാലും ശരി, ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് ഇതിനകത്ത് പറയണം. കാരണം നമുക്കങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കുറച്ച് നല്ല കാര്യങ്ങളല്ലേ, അതെനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.